എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടു കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു ലോങ് വീഡിയോ 45 മിനിറ്റുള്ള ഒരു വീഡിയോ എൻ്റെ ചെറിയ ഈ ചാനലിൽ 1 മില്യൺ അടിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടും കുറച്ച് ദിവസമായി, പറ്റിയില്ല. ടൈം കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് 1 മില്യൺ അടിച്ചത്. എൻ്റെ ഒരു ചെറിയ ചാനൽ എന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു മൊബൈലോ അതുപോലെ തന്നെ നല്ലൊരു മൈക്കോ ഇല്ലാണ്ട് ഈ ഒരു വീഡിയോ ചെയ്തിട്ട്, ഇതുപോലത്തെ എല്ലാ വീഡിയോയും ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, ഈ വലിയൊരു വീഡിയോ 1 മില്യൺ അടിപ്പിച്ചത് നിങ്ങളാണ്. അതിന് ഒരുപാട് നന്ദിയുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നന്ദിയുണ്ട്. അതിൻ്റെ എന്താണ് ആ വീഡിയോ എന്ന് വെച്ചാൽ കല്യാണ വീഡിയോ ആണ്. പ്രവീണിന്റെ കല്യാണ വീഡിയോ ആണ്, പ്രവീൺ നെല്ലിക്കണ്ടിയുടെ കല്യാണ വീഡിയോ. അപ്പോൾ പ്രവീൺ നെല്ലിക്കണ്ടി എന്നോട് പറഞ്ഞു നിങ്ങൾ വരണം, വീഡിയോ എടുക്കണം, നമുക്ക് ഉഷാറാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രവീണ് വിളിച്ചതുകൊണ്ട് ഞാൻ പോയി വീഡിയോ എടുത്ത് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഈ കണ്ണൂർ ജില്ലയിലെ ചാലോട് അമ്പലത്തിൽ നിന്നായിരുന്നു കല്യാണം. അപ്പൊ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് എന്നോട് പ്രവീണ് പറഞ്ഞ് ഈ വീഡിയോ ഇട്ടാൽ നിങ്ങളുടെ ചാനൽ തന്നെ വേറെ ലെവലിലേക്കാവും, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കാണുന്നൊരു വീഡിയോ ആയിരിക്കും, അതുപോലെ തന്നെ അവന്റെ നാവ് പൊന്നാവട്ടെ എന്ന് പറയാം. അങ്ങനെ ഇട്ട് രണ്ടാമത്തെ ദിവസം 800 കണ്ടു ഞാൻ. ഓക്കെ, എന്തായാലും ഒരു 1K 2K ആവുമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ദിവസം എന്നോട് ചാലോട് ബസ് സ്റ്റാൻഡിൽ കണ്ടിട്ട് ക്യാമറാമാൻ ബിജു എന്നോട് പറഞ്ഞു, സുരേഷ് ഏട്ടാ എന്ത് ലെവലിങ് മാറിയല്ലോ, 1 ലക്ഷത്തിലധികം കയറിയല്ലോ. ഞാനപ്പാട് ഇത്രയായോ എന്ന് പറഞ്ഞ് പിന്നെ നോക്കുമ്പോൾ അങ്ങ് കയറി ഇപ്പം 1 മില്യൺ കഴിഞ്ഞ് ഇപ്പോഴും വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിലൂടെയാണ് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 1 മില്യൺ ആൾക്കാർ കണ്ടല്ലോ, 1 മില്യൺ ആൾക്കാർക്ക് എന്നെ അറിയാം. അതുപോലെ തന്നെ ഈ 1 മില്യൺ ആൾക്കാരിൽ വളരെ ചുരുക്കം ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്തത്. എന്തായാലും അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഇത്രയും വ്യൂസ് ആക്കി തന്നല്ലോ. അപ്പോൾ കൂടുതൽ എന്ത് പറയാനല്ലേ, ഒരുപാട് സന്തോഷം. ഇതിൻ്റെ എല്ലാം കാരണം നിങ്ങൾ തന്നെയാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് എൻ്റെ വ്യൂസ് നിങ്ങളൊക്കെ ഉള്ളത് എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഒരുപാട് സ്ഥലത്തുണ്ടാവും, ലോകത്തിന്റെ നാനാഭാഗവും ഉണ്ടാവും. എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് 1 മില്യൺ ആക്കി തന്ന എല്ലാവർക്കും നല്ല ശാന്തി, സമാധാനം, സർവ്വ ഐശ്വര്യവും എന്നും സന്തോഷമായിട്ടിരിക്കാൻ ആശംസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി പറയുന്നില്ല. എന്തായാലും 1 മില്യൺ ആക്കി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം വാരിക്കോരി തരാം. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുവാണ്. പിന്നെ ഈ എന്താണ് ഈ സംഭവം എന്ന് വിചാരിച്ചാല് നിങ്ങൾക്ക് ഈ വീഡിയോ കാണണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഇട്ട് തരാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഒരുപാട് പരിഹാസങ്ങളും കളിയാക്കലും എല്ലാം കേട്ടുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, നാണമില്ലേ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ചെറിയ പിള്ളേരെ പോലെ ഇങ്ങനെ നടക്കാനും വീഡിയോസ് ചെയ്യാനും എല്ലാം, പോയിട്ട് വീട്ടിൽ ഒരു മൂലക്കടങ്ങി ഒതുങ്ങി ജീവിച്ചുകൂടെ എന്നുള്ളൊരു വാട്സപ്പ് സന്ദേശം. അതുപോലെ ഒരാൾ കോൾ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ വീഡിയോ എടുക്കുന്നത് മഹാബോറാണ്, ഇതെല്ലാം നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ജനങ്ങളെ ഭാഗത്തുനിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോസ് മില്യൺ കടന്നതുകൊണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കിയെന്നൊന്നും വിചാരിക്കരുത്. വളരെ ചെറിയ എമൗണ്ടേ ഉണ്ടാവും. അതുപോലെ തന്നെ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സിന് അറിയാം കാര്യങ്ങൾ. അതുപോലെ എനിക്ക് നല്ലൊരു മൈക്കോ നല്ലൊരു ഫോണോ ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ എനിക്കൊരു കേബിൾ മൈക്കുണ്ട്, അത് നല്ല ക്ലിയറാണ്. പക്ഷേങ്കിൽ ആ കേബിൾ മൈക്ക് എന്ന് പറയുമ്പോൾ വീഡിയോ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് നടക്കുമ്പോൾ ഈ കേബിൾ ഇങ്ങനെ വലിഞ്ഞ് കളിക്കുമ്പോൾ ക്യാമറ ഭയങ്കര ഷെയ്ക്കാവും. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ പരിചയപ്പെട്ടൊരു യൂട്യൂബർ, പരിചയപ്പെട്ടെന്ന് പറയുമ്പോൾ ഒരു തെയ്യത്തിന് കണ്ടിട്ട് പരിചയപ്പെട്ട് ആ യൂട്യൂബർ എനിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് തന്നത് മറ്റൊരു മൈക്ക്. അപ്പോൾ അത് കേബിൾ മൈക്കല്ല, കേബിൾലെസ് ആണ്. അതിലാണെങ്കിൽ വലിയ ക്ലിയർ ഇല്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ മില്യൺ വ്യൂസ് എത്തിച്ച നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയോ പറയാനുണ്ട്. നിങ്ങൾ ആരൊക്കെയാണ് കാണുന്നത്, 5 മിനിറ്റോ 10 മിനിറ്റോ 1 മിനിറ്റോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് വലിയ കടപ്പാടിലാണ് ഞാൻ. എന്തായാലും
അപ്പോൾ ഇതേപോലെ വീഡിയോസ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു മൈക്കും അതുപോലെ എനിക്കൊരു മൈക്ക് ആരെങ്കിലും തരാൻ പറ്റുമെങ്കിൽ എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടാകുമ്പോൾ ഞാൻ തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുടെ കമൻറ്റ് വന്നു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് പല വാഗ്ദാനങ്ങളും, മൈക്ക്, ഫോണ്, മൈക്കിന് ചോദിച്ചിട്ട് മൈക്ക് മാത്രമല്ല, മൈക്ക്, ഫോണ്, ജിമ്പൽ ഇതൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് കുറേ ഭാഗത്തുനിന്ന് കമൻറ്റ് വന്നു. അതുപോലെ ഗൾഫിൽ നിന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ കടയിലുള്ള ഏത് മൈക്കാണ് വേണ്ടത് നിങ്ങൾക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ഞാൻ വിചാരിച്ചതാണ് കിട്ടിപ്പോയി. അപ്പോൾ 3 വർഷമായിട്ടും അങ്ങനെ ഒരു മൈക്കോ ഫോണോ ജിമ്പലോ ഒന്നും കിട്ടിയിട്ടില്ല. ഇതാണ് കളിയാക്കലും പരിഹാസങ്ങളുടെയും ഏറ്റവും വലിയ എന്താ പറയണ്ടേ മൂർച്ഛിച്ച ഭാഗം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ട് വലുതാണ്. ഇതുപോലെ കളിയാക്കുന്നവരോടും എനിക്ക് സ്നേഹമാണ്, പറ്റിക്കുന്നവരോടും സ്നേഹമാണ്, നിങ്ങളോടെല്ലാവരോടും എനിക്ക് സ്നേഹമാണ്. എന്തായാലും ഈ വീഡിയോ ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഈ വീഡിയോ ഇത്രയും വലിയൊരു വിജയമാക്കി തന്ന നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിട്ടാണ് ഉള്ളത്. ഇനിയും എനിക്ക് നല്ല നല്ല സപ്പോർട്ട് തരിക. എന്തെങ്കിലും പ്രശ്നങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന്, അതായത് വീഡിയോയിൽ അവതരണത്തിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കണം എന്ന് പറയാൻ മാത്രമേ പറ്റൂ. പിന്നെ ഞാൻ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന 1-2 പേരോട് ഞാൻ ചോദിച്ചു, എനിക്കൊരു മൈക്ക് അതുപോലെ നല്ലൊരു ഫോണ് വാങ്ങിത്തരുമോ? എൻ്റെ കയ്യിൽ ക്യാഷ് വന്നാൽ ഞാനത് തിരിച്ചു തരാം. ഇതെൻ്റെ ഒരു ജോലിയായിട്ടാണ് ഞാനിപ്പം കാണുന്നത്. ആ ജോലി ആയിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട് അവർ ഒരാൾ ഒന്നും മിണ്ടിയില്ല, ഒരാൾ തരാമെന്നെല്ലാം പറഞ്ഞ് 3 കൊല്ലമായിട്ട് ഇതുവരെയും തന്നിട്ടില്ല. ഇവർക്കൊക്കെ ലക്ഷങ്ങൾ ശമ്പളമുണ്ട്. അതുപോലെ തന്നെ നാട്ടിലെത്തുമ്പോൾ ഒരുപാട് കൂട്ടുകാരും മദ്യവും അങ്ങനെയൊക്കെ ആയിട്ട് പൈസ വളരെ ചിലവാക്കുന്നുണ്ട്. അത് എന്തോ ആട്ടെ, അത് അവരുടെ വ്യക്തിപരമായ കാര്യം. പക്ഷേ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ആൻസർ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, എല്ലാവർക്കും ഒരുപാട് സ്നേഹം, സന്തോഷം. അപ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് മൈക്ക് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ മനസ്സിനെ ഞാൻ കാണുന്നു. എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു ആളായിട്ടും ഒക്കെ ഞാൻ കാണുന്നു. അപ്പോൾ ഈ 1 മില്യൺ ആൾക്ക് ഒരുപാട് സ്നേഹം തരുന്നു എന്ന് നിങ്ങളെ ഓർക്കും. ഈ 1 മില്യൺ ആൾക്കാർ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെങ്കിൽ എന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കും ഞാൻ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം.